ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ ഈ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ആക്ച്വലി വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ് ഈ സ്ഥലം. ഒച്ചപ്പാടും ബഹളങ്ങളൊന്നും ഇല്ല, പ്രത്യക്ഷത്തിലില്ലാന്നേ ഉള്ളൂ അല്ലേ. അതെ, കായലിന്റെ സൈഡിലായതുകൊണ്ട് തന്നെ ആ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ നമുക്ക് ഫീൽ ആവും എപ്പോഴും. അപ്പോൾ ഇത്രയും കണ്ടും പറഞ്ഞും കൊണ്ട് തന്നെ നിങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് MD and Drunken സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അപ്പൊ പുതിയൊരു വെള്ളവടി വീഡിയോ, 2023 സെക്കൻഡ് വെള്ളവടി. ആദ്യത്തെ നമ്മുടെ മറ്റേതല്ല. അതെ, അപ്പോൾ 2023 രണ്ടാമത്തെ വെള്ളവടി എന്ന് നമ്മൾ അങ്ങനെ എണ്ണ വിട്ട് നമ്മൾ പറയുന്നില്ല, കാരണം ഈ വർഷം മുഴുവൻ ഇത് തന്നെ ആയിരിക്കും നമ്മുടെ പരിപാടി. അപ്പൊ ഇന്നത്തെ എന്തായാലും ഒരു ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ളൊരു കണ്ടന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്പോട്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ ഡ്രാഗൻ ജി? അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ പുന്നമട ഹൗസ് ബോട്ട് അല്ല, പുന്നമട ഹോം സ്റ്റേയിലേക്ക് നമ്മൾ അവിടെയാണ് ഇന്നത്തെ സ്പോട്ട് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ വെള്ളവടി രാജ്യമായിട്ട് മധ്യ ലോകവുമായിട്ട്. സോ എല്ലാവരെയും അങ്ങോട്ട് സ്വാഗതം ചെയ്യും. ഇപ്പോൾ ആണ് ഒരു വ്യക്തമില്ല, നമ്മുടെ ഫോണിന്റെ ഫ്ലാഷ് മാത്രമേ ഉള്ളൂ. ആരാ നടന്നു വരുന്നത്? രണ്ട് കണ്ണുകൾ നടന്നു വരുന്നു. പോടാ മനെ, വേറെ വഴിക്ക് പോടേ. എന്തോ ചീഞ്ഞ് മണം വരുന്നുണ്ടല്ലോ. ഒന്നുമില്ല. അപ്പൊ നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാം ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇതുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥിരം താവളത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. വൺ ഓഫ് അവർ ഫേവറേറ്റ് പ്ലേസ് ഇൻ ആലപ്പി. ഇത് ലൈഫ് ജാക്കറ്റ് ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്നു. അതെ, അപ്പോൾ ഈ സെഗ്മെന്റിലേക്ക് നമുക്ക് ഉടനെ തിരിച്ചു വരാം. ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് ലെറ്റ് us enter the മധ്യ ലോകം ഓഫ് MD and Drunken. ഇതെന്താണ് ഒരു പ്രേത സൗണ്ട്? പ്രേത സിനിമയിലെ കഥ തുറക്കുന്ന സൗണ്ട് ഒക്കെ. Yes guys, we are back after a long time in this room. അല്ലേ? Yes. അപ്പോൾ ഞാൻ പോയി ഗ്ലാസ് ഒക്കെ എടുത്തോണ്ട് വരാം. ഇതെല്ലാം സെറ്റ് ചെയ്തു. 2022 കപ്പയാണ്. ഇപ്പൊ ഒരിക്കൽ കൂടെ പറയുകയാണ്. അത് രണ്ടും മേടിച്ചേച്ചി. ഇത് മേടിച്ചാണോ? വന്ന മാറ ഇതാണ് പരിപാടി. അതും കപ്പയല്ലേടൂ, മിക്സർ. ഓക്കെ, അച്ചാർ എന്റെ തൊട്ട് നക്കാനൊന്നും വരരുതേ, തരത്തില്ല. എന്നൊക്കെ താൻ ഇപ്പൊ പറയും. അപ്പോൾ കമ്പനിക്കാരനെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാം. ഞാൻ പോയി ക്ലാസ് എടുത്തോണ്ട് വരാം. ഓക്കെ ഡ്രാഗൻ ജി? ഇന്നെന്താ ഇവരാരും വെള്ളവടി ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നു. മാത്രമല്ല ഗ്ലാസുകളെല്ലാം സ്റ്റോക്ക് ഉണ്ട്. ഇതെന്താണ്, മൂത്രം പരിശോധിക്കാൻ വല്ലതും വെച്ചിരിക്കുന്നു? അയക്കി തരും, വല്ല പെട്രോൾ ആയിരിക്കും. ഇത് തന്നെ ആവട്ടെ, രണ്ടും ഒരേപോലെയുള്ള ഗ്ലാസ്. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ആ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രങ്കൻ ഉണ്ടല്ലോ, ഇടക്കൊക്കെ കള്ളത്തരം കാണിക്കും. നിങ്ങൾക്കറിയാലോ എന്നെക്കാൾ നല്ലപോലെ. അപ്പൊ ആ വേല നടക്കത്തില്ല. രണ്ടും രണ്ട് ഗ്ലാസ് ആണെങ്കിൽ പുള്ളിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കാത്ത മോഡുലേഷൻ വരുത്തി ഉള്ള വേല ഒപ്പിക്കാൻ പറ്റും. ഇതാകുമ്പോ രണ്ടും സെയിം ഗ്ലാസ് ആയതറി എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതാണ് വരുന്നതിനും പുറം പൊട്ടിച്ചടിച്ചാ. ആ തണിച്ച് ഗ്ലാസ് ഒന്നും വേണ്ടല്ലോ അടിക്കാനായിട്ട്. മധ്യലോകം അടച്ചിട്ടില്ല. ക്ഷണിക്കാതെ വരുന്ന അതിഥികൾ മദ്യം ചോദിച്ചു വരുമോ? അതെ, അങ്ങനെ ഒഫീഷ്യലി മധ്യലോകം അടഞ്ഞിരിക്കുകയാണ്. പണി തുടങ്ങല്ലേ ഡ്രാഗൻ ജി? കുപ്പിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ ഏറെ നാളുകൾക്ക് ശേഷം ഓഫീസേഴ്സ് ചോയ്സ് എന്നുള്ളൊരു പേര് നമ്മൾ കാണുകയാണ്. ആക്ച്വലി നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഓഫീസേഴ്സ് ചോയ്സ് ഒരു ലക്കത്തിൽ വന്നതാണ്. ലക്കത്തിൽ എന്ന് പറയാൻ മാസികയൊന്നുമല്ല, ഒരു എപ്പിസോഡിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ദ സെയിം ഓൾ ഓഫീസേഴ്സ് ചോയ്സ്. ബട്ട് ഇറ്റ് വാസ് ദ ബ്രാൻഡി, but it was whiskey. But this time we have picked officer's choice brandy. Deluxe brandy ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഒരു അരയാണല്ലോ, അരയ്ക്ക് 42.86%, 42.86% ABV, 75% പ്രൂഫ് ഉണ്ട്.
പിന്നെ ഒഫീഷ്യലി ഇതിന്റെ MRP എന്ന് പറയുന്നത് 470 രൂപയാണ് guys. 470 ആണ് ഇതേ കിടക്കുന്നത്. 10 രൂപ കൂട്ടാ, പഴയ ബോട്ടിലായിരിക്കും. അപ്പൊ ഓക്കെ, നവംബറിലുള്ളതാ, ശരി. അപ്പൊ 10 രൂപയുടെ കുറവുണ്ട്. അപ്പൊ 480 രൂപയാണ് ഓഫീസേഴ്സ് ചോയ്സിന്റെ ബ്രാൻഡി 1/2 ലിറ്ററിന്. ഡ്രങ്കൻ ഇതൊന്നും പറയാൻ സമ്മതിക്കാതെ തന്നെ എടുത്ത് ഒഴിക്കാൻ പോവായിരുന്നേ. അവിടെ വേറെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പണി തുടങ്ങല്ലേ ഡ്രാഗൻ ജി? അപ്പൊ ഏറ്റവും പ്രാഥമിക കർമ്മമായ ലേബലിംഗ്, സ്റ്റിക്കറിംഗ്. ഇനി സ്റ്റിക്കറിംഗ് ചെയ്ത് പറഞ്ഞ MBD നമ്മുടെ ഗ്ലാസ് വെക്കുവോ? അല്ല, ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. അതെ, സ്റ്റിക്കർ ഒട്ടിക്കുന്നവരെല്ലാരും പിടിക്കലാണല്ലോ. യെസ്, അതിലാണ് എല്ലാം. എന്നാൽ ആ സൗണ്ട് കേട്ടില്ലെങ്കിൽ അന്നത്തെ വെള്ളമടി ഫ്ലോപ്പ് ആയി പോകും. അതെ, ഇത് ഏകദേശം 10ഉം 11നും ഇടയ്ക്കുള്ള സാധനമാണ് ഈ ഒഴിച്ചേക്കുന്നത്. അത് നമ്മൾ സാധനം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒഴിയ മാത്രമാണ്. ഇത് നമ്മൾ 2022 മേടിച്ച നമ്മുടെ ബ്ലാക്ക് പേപ്പർ. പിന്നെ ഇത് 2022 തന്നെ മേടിച്ചിട്ടുള്ള ഡ്രങ്കൻ ജിയുടെ ഫേവറേറ്റ് ആയ കപ്പ. പിന്നെ ഇന്ന് നമ്മൾ മേടിച്ചാണോ ഈ സാധനങ്ങൾ? ഇത് ഇന്ന് മേടിച്ചാണോ? അതെ. പിന്നെ അല്ല, നാരങ്ങ അച്ചാർ. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വെള്ളമടിക്കുള്ള ടച്ചിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ ഗായ്സ്, ഇന്നത്തെ ഈ രാത്രിയിലെ അതിമനോഹരമായ വെള്ളമടി ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വെള്ളമടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമായ മദ്യപാനം ആരോഗ്യത്തിന്. അതെ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. സ്വന്തം ഇഷ്ടപ്രകാരം അടിക്കാൻ ആൾക്കാർ മാത്രം കഴിക്കാം, അല്ലെ? ഞങ്ങൾ അടിക്കുന്നത് ഞങ്ങൾ സ്വന്തം റിസ്കിലും ഞങ്ങൾ സ്വന്തം കാശ് മുടക്കാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് സ്വന്തം കാശ് അടിക്കാം, അല്ലെ? പക്ഷെ ഞങ്ങൾ അടിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ അടിക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ സ്വന്തം റിസ്ക് നിങ്ങൾക്ക് എന്തു ആവാം. സോ ദ ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് ദ നൈറ്റ് സ്റ്റേ. Cheers with you all. ചില സമയത്ത് അങ്ങനെയാണ്, ഒരു കുടിച്ച ഒരു ഗ്യാസ് കയറി കഴിഞ്ഞാൽ പിന്നെ കുടിച്ചാൽ ഭയങ്കര കുമ്മൊന്നും തീർത്തു. ഇതിന്റെ മധുരല്ലേ? ഗ്യാസിന്റെ സാധനങ്ങൾ കപ്പണ്ടിരിക്കുന്നുണ്ട്. സെക്കൻഡ് റൗണ്ട് മയക്കുപിടി. അതെ, ഓരോ ലെവല് റൗണ്ട് നമുക്ക് കൂട്ടി കൊണ്ടുവരാം, അല്ലെ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് റിവ്യൂ ചെയ്യുന്നതായിരിക്കും ഗായ്സ്. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്തു. ഈ കുപ്പിയിലൊക്കെ എണ്ണമയുണ്ട്, തെന്നു അല്ലേ? തെന്നുന്നുണ്ട്. ആ കടയിലെ പ്രശ്നമാണ്. അല്ലെ, എണ്ണ എടുത്തിട്ടൊക്കെ എടുത്തതായിരിക്കും.
ചെറിയൊരു മധുരം, ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഒരു ഫ്രൂട്ട്സിന്റേതായിട്ടുള്ള ഒരു ഫ്ലേവർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി ഒരു മധുരമുണ്ട്, പുകച്ചില്ല, അത്യാവശ്യം ചെറിയ തോതിൽ ഒരു കട്ടിയും ഉണ്ട്. ഇത്രയൊക്കെ എനിക്ക് ഫീൽ ആവുന്നുള്ളൂ. ആക്ച്വലി ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് ട്രൈ ചെയ്ത സാധനം തീരും. പിന്നെ ചെറിയ തോതിൽ ഒരു സ്പൈസിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, ഒരു ചെറിയൊരു സ്പൈസിന്റെ ഒക്കെ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഓവറോൾ സാധനം വലിയ തലക്കേടില്ല. കാരണം ഇതൊരു ആവറേജ് ലെവലുള്ള ഒരു സാധനം മാത്രമാണ് ഓഫീസേഴ്സ് ചോയ്സ്. പേര് കേൾക്കുമ്പോൾ വലിയ സാധനമായിട്ട് തോന്നും, ഓഫീസർമാർ കഴിക്കുന്ന സാധനമായിട്ട് തോന്നും. പക്ഷെ ഒരു ബിലോ ആവറേജിനും എബോവ് ആവറേജിനും ഇടയ്ക്ക് കിടക്കുന്ന ഒരു സാധനമാണ് ഓഫീസേഴ്സ് ചോയ്സ്. തലക്കേടില്ലാത്ത സാധനമാണ്, ഗുഡ് എന്ന് നമുക്ക് പേര് പറയാം. ഇതൊരു 30 ഉള്ളതായിരുന്നു. ഞാനത് റിവ്യൂ ചെയ്തപ്പോ ഇത്തിരി കുടിച്ചു. അതായത് ഇപ്പൊ ഏകദേശം ഒരു 20 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ എണ്ണമയത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്താണ് ഒരു ലക്ഷ്യം. തെന്നിപ്പോൾ രംഗം പറഞ്ഞാൽ ശരിയാണ്. സൂക്ഷിച്ചില് ഇപ്പൊ ഗ്ലാസ് ആണ് താങ്കൾ പൊട്ടിപ്പോയി. ഗ്ലാസ് എനിക്ക് അച്ചാർ വേണം. ഓ പുല്ല് സ്റ്റാപ്പിളർ പൊട്ടിക്കണല്ലോ. എണ്ണമയം അച്ചാറെന്ന് പറഞ്ഞാൽ കടിച്ചു പൊട്ടിക്കണം, അതാണ് അതിന്റെ രീതി. പൊട്ടിച്ച മേത്ത് നിറച്ചു വീഴും, കടിച്ചു പൊട്ടിക്കും. അവിടെ കിച്ചണിലെ കട്ട് ഇതിനു വേണ്ടിയാ കടിച്ചു പൊട്ടിയതാ. മേത്തൊക്കെ ഇല്ല, കടിച്ചു പൊട്ടിച്ചാൽ മേത്ത് വീഴത്തില്ല. നീ കൈകൊണ്ട് ഇത്തിരി പൊട്ടിച്ചാൽ മതിയല്ലോ. പിന്നെ ഇത് ലൂസാണോ? അതാണ്. പിന്നെ അച്ചാറെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് കടിക്കും? ഒഴിടാ. പൊളിച്ച് മക്കളെ. കാരണം നമ്മുടെ കാരണവന്മാര് തൊട്ട് വെള്ളം അടിക്കുമ്പോൾ പരമ്പരാഗതമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ടെക്നിക്സ് എന്ന് പറയുന്നത് ഇതാണ്. അല്ല റക്കൻജി? പക്ഷെ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. നമ്മൾ ട്രൈ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ വേറെ ഒരുപാട് സാധനങ്ങൾ എപ്പോഴും ട്രൈ ചെയ്തത്. ഇത് കഴിച്ചപ്പോൾ ഒരു ഫീൽ എന്ന് പറഞ്ഞാല് സൂപ്പർ. ഇതാണ് പെർഫെക്റ്റ് ആൻഡ് വൺ ആൻഡ് ഓൺലി ടെക്നിക്സ് എന്ന് പറയുന്നത്. എപ്പോഴും അച്ചാർ തന്നെയാണ്. ഞാൻ ഇപ്പോഴാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. ഒരുപാട് സന്തോഷം, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് വരുമെന്നാണ് ഞാൻ നോക്കിയിരുന്നത്. അതെ, കഴിച്ച. ഓക്കെ മിസ്റ്റർ ഡ്രാഗൻജി, ഇനി നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കേണ്ട സമയം ആഗതമായി കഴിഞ്ഞു. നമുക്ക് ചെറിയ ചെറിയത് ഒഴിച്ചാൽ മതിയല്ലോ. എന്താ ഒളിച്ചു വെച്ചിരിക്കുന്നതിന്റെ പുറകെ കൊണ്ടേ? എണ്ണയാണ്. അതെ, അതാണ് ഏറ്റവും കൂടുതൽ എണ്ണ. അത് ഇങ്ങനെ ഇത് എടുക്കാൻ പറ്റുന്നുണ്ട്. എണ്ണ ഉണ്ട് അതിന്റെ ഒരു നെയ് പോലെ. അതെ, ഓക്കെ. കണ്ടന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളറിയാം, മദ്യപാനത്തെ അല്ല, എന്നാൽ മദ്യപാനത്തെക്കാളും ഒരുപാട് ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ള, ശരീരത്തിന് അപകടകരമായ സിഗരറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ടോപ്പിക് അല്ലെങ്കിൽ പോലും ശരീരത്തിന് നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കഴിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിനേക്കാളും അപകടകാരിയായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായ സിഗരറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിഗരറ്റ് വലിക്കുന്നത് മൂലം ഉണ്ടാവുന്ന ഏറ്റവും കൂടുതൽ ദൂഷ്യമായ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഒരു 90% വെള്ളം അടിക്കുന്നവരും സിഗരറ്റ് വലിക്കും എന്നാണ് നമ്മുടെ അറിവ്. നമ്മൾ കാണുകയും ചെയ്യുന്നതാണ്. അപ്പോൾ എത്ര പോയിന്റ് ഉണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് പോയിന്റ്സ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സോ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞെങ്കിൽ ഒബ്വിയസ്ലി ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യമായ ലങ് ക്യാൻസർ. അതെ, സിഗരറ്റ് വലിക്കുമ്പോൾ അറിയാം ഇതിനകത്തോട്ടാണല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെ ലങ് ക്യാൻസർ ആണ് ആദ്യത്തെ പോയിന്റ്. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ സാധാരണമായിട്ട് ശ്വസിക്കുമ്പോൾ ഒരുപാട് അന്തരീക്ഷത്തിൽ ഉൾപ്പെടെയുള്ള കെമിക്കൽസ് എല്ലാം നമ്മുടെ ശരീരത്തിലൂടെ നമ്മൾ വലിച്ചു കയറ്റുകയാണ്. അപ്പോൾ അതിന്റെ കൂടെ സിഗരറ്റിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ കൂടി ചെല്ലുമ്പോൾ
ലങ് ക്യാൻസർ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഈസ് വെരി ഹൈ. കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ പുരുഷന്മാരിൽ 25% പോസിബിലിറ്റി ആണെങ്കിൽ പോലും സ്ത്രീകളിൽ അത് 25.7% ഹൈ ആണ്. അതായത് ലങ് ക്യാൻസർ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി വളരെയധികം ഹൈ ആണ്. അപ്പോ ലങ്സിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ലങ്സിന്റെ ഇടയിൽ കിടന്ന് കളിക്കുന്ന വേറൊരു ഐറ്റം ഉണ്ട്, നമ്മുടെ ഹാർട്ട്. അതെ, the most vital part of a human body എന്ന് പറഞ്ഞതല്ല, the most vital part of every living organism. അതെ, ഹാർട്ട് നിലച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. ലങ്സിന് ക്യാൻസർ അടിച്ചാൽ ട്രീറ്റ്മെന്റ് ചെയ്യാം, കീമോതെറാപ്പി ചെയ്യാം, അങ്ങനെ ഒരുപാട് പോസിബിലിറ്റി ഓഫ് ഹോപ്പ് ഉണ്ട്. പക്ഷേ ഹാർട്ടിന് സീൻ അടിച്ചു കഴിഞ്ഞാൽ തീർന്നു, നിലച്ചു പോകും ആയുസ്സും ജീവിതവും. സോ അമിതമായി പുക വലിച്ചാൽ അല്ലെങ്കിൽ പുക വലിച്ചാൽ സ്മോക്ക് ചെയ്താൽ ഹാർട്ട് ക്യാൻസർ അല്ല, ഹാർട്ട് ഡിസീസസ് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. കാരണം ഈ നിക്കോട്ടിനൊക്കെ ഇങ്ങനെ ശരീരത്തിലൂടെ ചെല്ലുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെയുള്ള രക്തയോട്ടം ഉണ്ടല്ലോ, അവിടെ കുറെ ബ്ലോക്കേജസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ബ്ലോക്കുകൾ വന്നു കഴിയുമ്പോൾ ആവശ്യമായ ബ്ലഡ് നമ്മുടെ ഓർഗൻസിലോട്ടും ഹാർട്ടിലോട്ടും ഒക്കെ എത്തിച്ചേരാൻ വളരെയധികം കുറവാണ്. അതായത് അങ്ങനെ എത്തിപ്പെടത്തില്ല. ബ്ലോക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ബ്ലഡിന്റെ ഓട്ടം കുറയുന്നതോട് തന്നെ ഹാർട്ട് അറ്റാക്സിനൊക്കെ ഉള്ള പോസിബിലിറ്റി ഈസ് മച്ച് ഹയർ കമ്പയർ ടു ആൽക്കഹോൾ. ഞാൻ ഒരിക്കലും ആൽക്കഹോളിനെ ഒരു ഇത് നല്ലതാക്കി പറയില്ല. ആൽക്കഹോൾ വിട്, ആൽക്കഹോൾ അവിടെ ഇരിക്കും. അപ്പൊ നോട്ട് കമ്പയർ ടു ആൽക്കഹോൾ, സ്മോക്കിംഗിലൂടെ ഉണ്ടാവുന്ന പോസിബിലിറ്റി എന്ന മറ്റൊരു കാരണം ഹാർട്ട് ഡിസീസ് ആണ്. ബ്ലഡ് സർക്കുലേഷൻ കുറയും, ബ്ലോക്കേജ് ഉണ്ടാവും, ഹാർട്ട് അറ്റാക്ക്, കാർഡിയാക് അറസ്റ്റ് അതുപോലുള്ള കാര്യങ്ങൾക്കുള്ള പോസിബിലിറ്റി ഈസ് മച്ച് ഹയർ. സോ വലിക്കുമ്പോൾ ശ്രദ്ധിച്ച് വലിക്കാൻ പാടില്ല, വലിക്കാതിരിക്കുക. ദാറ്റ്സ് MD's advice. ഞാൻ പറയുന്നത് ഫീമെയിൽസിന് വേണ്ടിയാണ്. അതെ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. അതായത് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം, ഐ മീൻ ഒരു പ്യുവർ ലേഡിയെ സംബന്ധിച്ചോളം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സിഗരറ്റ് വലിയിലൂടെ അവർക്ക് അതിനുള്ള ഒരു ചാൻസ് ആണ് നഷ്ടപ്പെടുത്തുന്നത്. അതെ, റീപ്രൊഡക്ഷനിൽ അത് ഒരുപാട് ഹാർംഫുൾ ആയിട്ട് ബാധിക്കും. കുട്ടികൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി വളരെയധികം ഡിക്രീസ് ചെയ്യും. കാരണം ഈ സിഗരറ്റ് വലിക്കുമ്പോൾ ഉണ്ടാകുമ്പോഴുള്ള കെമിക്കൽസിലൂടെ നിക്കോട്ടിൻ അവരുടെ ശരീരത്തിലൂടെ ചെല്ലുമ്പോൾ അവരുടെ ഹോർമോൺസിനെ അത് വളരെയധികം ബാധിക്കുന്ന സയൻസ് പ്രൂവ് ചെയ്യുന്നത്. ഇതൊരു മിത്തും കാര്യങ്ങളൊന്നുമല്ല, സയന്റിഫിക്കലി പ്രൂവൺ ഫാക്ട് ആണ്. അപ്പോൾ ഇതുപോലെ ഹോർമോൺസിനെ അഫക്ട് ചെയ്യുമ്പോൾ പ്രഗ്നന്റ് ആവാനുള്ള സാധ്യതകൾ വളരെയധികം കുറച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇറ്റ്സ് എ വെരി വൈറ്റൽ പാർട്ട്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ഉണ്ടാവേണ്ട ഏറ്റവും വലിയ സൗഭാഗ്യം, അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു കുഞ്ഞെന്ന് പറയും. അപ്പോൾ കുഞ്ഞുണ്ടാവാതിരിക്കാനുള്ള സാധ്യതയാണ് അവർ വലിക്കുമ്പോൾ ഉണ്ടാവുന്നത്. സോ ലേഡീസ് പ്ലീസ് ഡോണ്ട് സ്മോക്ക്. പുരുഷന്മാരെ സ്മോക്ക് ചെയ്യാതിരിക്കാനുള്ള കാരണം ഞാൻ പിന്നെ പറയാം. സോ ഇറ്റ്സ് അപ് ടു ലേഡീസ്, പ്ലീസ് ക്വിറ്റ് സ്മോക്കിംഗ്. വലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ കുടിക്കുക, കാരണം അത് ഇത്രയും ഡേഞ്ചറസ് അല്ല. പക്ഷേ വലിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് അതിലൂടെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടാകും. സോ ആലോചിച്ച് തീരുമാനിക്കുക. ഞാനും ഇതുപോലെ സിഗരറ്റ് നമുക്ക് എപ്പോഴും ലങ് ക്യാൻസർ അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ചിന്തിച്ചു. പക്ഷേ അതിലോട്ട് ഇറങ്ങി ചെന്നപ്പോഴാണ് ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കും എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇപ്പൊ വളരെയധികം പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് തന്നെ ഏകദേശം കോൺട്രാഡിക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു പോയിന്റ് ആണ്. ഇതും സ്ത്രീകൾക്ക് വേണ്ടി മാത്രം പറഞ്ഞൊരു പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. കാരണം നേരത്തെ ഞാൻ റീപ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ വലിക്കുന്ന ഒരു വ്യക്തിയാണ്, സ്ത്രീകളാട്ടോ, വലിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എങ്ങനെ ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ഒരു പ്രഗ്നന്റ് ആയി എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അങ്ങനെ പ്രഗ്നന്റ് ആയാൽ പോലും നിങ്ങളുടെ ശരീരത്തിനുള്ള നിങ്ങളുടെ വയറിനുള്ള കുഞ്ഞിന്റെ ഫീറ്റസ് എന്ന് പറയും, ആ ഒരു പ്രോഗ്രഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ, അപ്പോൾ ആ ഫീറ്റസിനെ ഒരുപാട് രീതിയിൽ അത് എഫക്ട് ചെയ്യും. അതായത് നിങ്ങളുടെ കുഞ്ഞിന്റെ തലച്ചോറിനെ ബാധിക്കും, അതിന്റെ ഷേപ്പിനെ ബാധിക്കും, അങ്ങനെ ഒരുപാട് ലങ്സിനെ ബാധിക്കും, നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ. അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നം. ഒരു കുട്ടി പിറക്കുന്നതിന്റെ പാടുകളും കാര്യങ്ങളൊക്കെ ഒരു അമ്മയായ ഒരു വ്യക്തിക്ക് നല്ലപോലെ അറിയാൻ പറ്റും, എന്തോരം അവർ കെയർ ചെയ്യുമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ സ്മോക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇൻകേസ് ഇപ്പോ സ്മോക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന വേളയിൽ കൂടെ നിങ്ങൾ വലിക്കുകയാണെങ്കിൽ ഇത്രയും ഡാമേജസ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഈസ് വെരി മച്ച് ഹൈ.
കാരണം കുട്ടിയുടെ വെയിറ്റ്, അതായത് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന വെയിറ്റിനെ, അങ്ങനെ എല്ലാത്തിനെയും ബാധിക്കാൻ സാധിക്കും ഈ വലിക്കുന്നതിലൂടെ. അതുകൊണ്ട് ഒരിക്കലും സ്ത്രീകൾ വലിക്കാതിരിക്കുക എന്നാണ് എന്റെ ഒരു ആഗ്രഹം. പുരുഷന്മാര് വലിക്കണേ വലിക്കട്ടെ എന്ന് വെക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ജെൻഡർ ഇക്വാളിറ്റി ഈ ഒരു കാര്യത്തിൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങളെയാണ് കൂടുതൽ ബാധിക്കുക. നിങ്ങളുടെ ഹോർമോൺസിനെയാണ്, സ്ത്രീകളുടെ ഹോർമോൺസിനെയാണ് വലിക്കുന്നത്, നിക്കോട്ടിൻ കൂടുതൽ ബാധിക്കുന്നത്. നിങ്ങളുടെ ഒരു അറിവ് വേണം. നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നത് കൂടുതൽ പുരുഷന്മാരാണെങ്കിൽ പോലും ആ ഗ്യാപ്പിലും ചില സ്ത്രീകൾ കാണുന്നുണ്ട്, നമുക്കറിയാം. അപ്പൊ ആ ഒരു വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, നിങ്ങൾ വലിക്കാതിരിക്കുക. വലിക്കുന്നവരാണെങ്കിൽ വലിക്കാതിരിക്കുക. നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കും, നിങ്ങളുടെ കുട്ടികളെയും ബാധിക്കും. അതൊരിക്കലും പാടില്ല. നിങ്ങളെ ബാധിക്കേണ്ടെന്ന് വെക്കുക, നിങ്ങളുടെ സാക്രിഫൈസ് ഫോർ യുവർ ജോയ്, നിങ്ങളുടെ ഹാപ്പിനെസിന് വേണ്ടി. പക്ഷേ ഭാവിയിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു കുട്ടികൾ നിങ്ങളോട് ഒരു ശത്രുത ചെയ്തിട്ട് അവർ കുറ്റവും ചെയ്തിട്ടില്ല, അവരെ ഒരിക്കലും അഫക്ട് ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു ഡിഫക്ട് ഉണ്ടായാൽ അവർ ആജീവനാന്തം നിങ്ങളും ആ കുട്ടിയും അനുഭവിക്കേണ്ടി വരും. അതൊരിക്കലും നീതിയല്ല. സോ ഡോണ്ട് ഡു ദാറ്റ് പ്ലീസ്, ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. അതൊരു സിമ്പിൾ പോയിന്റ് ആണ് ആക്ച്വലി. ഇത് അടിച്ചിട്ട് പറയണം. ഇതിൽ അച്ചാർ തൊട്ട് നോക്കട്ടെ. അച്ചാർ കഴിക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് കിട്ടും അല്ലെ, മാവൊക്കെ ഒരു നോർമൽ രീതിയിലാവും. ഓക്കെ, നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രതിരോധ ശേഷിയെ ബാധിക്കും, വലിയ തോതിൽ ബാധിക്കും. കാരണം പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടിരിക്കാൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങളിപ്പോ ചിന്തിക്കും, പ്രതിരോധ ശേഷി പോയി എനിക്കൊന്നും വരാനില്ല. പക്ഷെ അത് തെറ്റാണ്. പ്രതിരോധ ശേഷി പോയി കഴിഞ്ഞാൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ്. കാരണം വഴിയെ പോകുന്നതും അയൽവക്കത്തൂടെ പോകുന്നതുമായുള്ള എല്ലാ അസുഖങ്ങളും നിങ്ങളെ ചുമ്മാ കയറി മുമ്പ് വെച്ചിട്ട് പോകും. അതെ, എല്ലാ അസുഖങ്ങളും നിങ്ങളിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഈസ് മച്ച് ഹൈ. കാരണം നിങ്ങളുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആണെങ്കിൽ എല്ലാ അസുഖങ്ങളും നിങ്ങളെ പെട്ടെന്ന് കയറി ആക്രമിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്ര എനിക്ക് അതിനെ കുറിച്ച് പറയാം. നമ്മുടെ ടോപ്പിക്കിന്റെ ഒക്കെ ഇടയ്ക്ക് ഡ്രങ്കിനിരുന്ന് മിന്നിച്ചോണ്ടിരിക്കട്ടാ. കാര്യങ്ങളെല്ലാം നടക്കണ്ടേ പിന്നെ സോ ഗായ്സ്, അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒഴിക്കണമെങ്കിൽ, അതെ, ഇതുപോലെ ഒഴിക്കണമെങ്കിൽ, ഇതുപോലെ ഒഴിക്കുന്നത് കാണണമെങ്കിൽ നിങ്ങൾക്ക് കണ്ണുകൾ വേണം, കണ്ണിന് കാഴ്ച വേണം, കാഴ്ച ശക്തി ഉണ്ടാവണം. അതെല്ലാം ഉണ്ടാവണ്ടേ? പക്ഷേ വലിക്കുന്നതിലൂടെ ദീർഘകാലം വലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐ പ്രോബ്ലംസ് ഒരുപാട് ഉണ്ടാവും. കാണാൻ പറ്റത്തില്ല, എല്ലാം ബ്ലർ അടിച്ചു പോകും. പിന്നെ കണ്ണാടി വെച്ചാൽ പോലും ചിലപ്പോൾ കണ്ടൂന്ന് വരത്തില്ല. അല്ലെങ്കിൽ ഹൈ പവർ ലെൻസ്, നമ്മുടെ പഴയ സോളാകുപ്പിയെങ്കില് അതൊക്കെ വെക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും, ഇവരെന്ത് തോന്നിയ സേഫ് ആണ്, എല്ലാരും വലിക്കുന്നില്ല, ഞങ്ങൾക്ക് ആർക്കും പ്രശ്നമൊന്നും ഇല്ല. പ്രശ്നമില്ല, വരും ഭാവിയിൽ വന്നേക്കാം, അല്ലെ വരാതിരിക്കട്ടെ എന്ന് വേണേ പ്രാർത്ഥിക്കാം. പക്ഷെ ഉണ്ടായേക്കാം. അല്ല വന്നു കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് വയ്യേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാ അറിവും വളരെ വലുതാണ്. ജീവിതത്തിൽ കിട്ടുന്ന എല്ലാ അറിവും അതിൻ്റെതായ മഹത്വം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് കിട്ടിയ അറിവ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നു, അത്ര ഞാൻ ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഇറ്റ്സ് അപ് ടു യു. ഹൈജീൻ, ഐ മീൻ ഓറൽ ഹൈജീൻ. നിങ്ങളുടെ വായുടെ ഒരു ഹെൽത്ത് വളരെ ഡിസോർഡർ ആവും. അതായത് നിങ്ങൾക്ക് എപ്പോഴും നമ്മുടെ ഗം, ഐ മീൻ നിങ്ങളുടെ മോണ രോഗം, പല്ല് ഡീക്കെ, അതുപോലെ ഒരുപാട് വായിൽ സംബന്ധിച്ചുള്ള ഒരുപാട് ഡിസീസസ് വരാം ഈ സ്മോക്കിങ്ങിലൂടെ. വായിലെ മൗത്ത് ക്യാൻസർ ഏറ്റവും വലിയ പോസിബിലിറ്റി ആണ് മൗത്ത് ക്യാൻസർ. പക്ഷെ അല്ലാതെ തന്നെ ക്യാൻസേഴ്സിന്റെ തന്നെ വേറൊരു സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്, ഓറൽ ഇഷ്യൂസ് ഒരുപാട് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് നമ്മൾ സ്മോക്കിങ്ങിലൂടെ. അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് വായിലൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പല്ലുവേദനയൊക്കെ എന്ന് പറയുന്ന ശരീരത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ വേദനകളിൽ ഒന്നാണ് പല്ലുവേദന. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണം പോലും നേരവണ്ണം കഴിക്കാൻ ഒക്കത്തില്ല. പിന്നെ അതുപോലെ ഫൗൾ ബ്രത്ത്, വായുനാറ്റം, അതൊക്കെ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റിയാണ്. വലിക്കുന്നവര് ഈ ഏജിങ് പ്രോസസ് ഒക്കെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും, സ്പീഡ് ആവും. ഇറ്റ് മീൻസ് ഇറ്റ് അഫക്ട്സ് യുവർ ഇന്റർമിറ്ററി സിസ്റ്റം. അതെ, ആ ഒരു കാര്യത്തിൽ അഫക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ജെനറ്റിക്സ് അതിനെയൊക്കെ ബാധിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിനെ എഫക്ട് ചെയ്യും, നിങ്ങളുടെ മുടിനെ എഫക്ട് ചെയ്യും, അങ്ങനെ ഓവറോൾ നിങ്ങളുടെ അപ്പിയറൻസിനെ അത് എഫക്ട് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. അതെ, അതിനെയൊക്കെ എഫക്ട് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ അതിനെക്കുറിച്ചൊക്കെ കൺസേൺ ചെയ്യുന്ന ആൾക്കാർക്ക് അതൊക്കെ വലിയൊരു നെഗറ്റീവ്, ഒരു ഡ്രോബാക്ക്, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ക്യാരക്ടറിനെ എല്ലാം ബാധിക്കും. കാരണം മുടിയും താടിയൊക്കെ നരയ്ക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ 10-40 വയസ്സേ ആളും,
മുടിയും താടിയൊക്കെ നനച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഏജായി നിങ്ങൾ കിളവനായ എന്നൊക്കെ ചിന്ത വന്നു കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് ലോസ്റ്റ്. അങ്ങനെ ചിന്തിക്കുന്നവർക്കാട്ടോ അതേ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാധ്യത ഉണ്ടാക്കാൻ ഈ വലിക്കുന്നതിലുണ്ടാകും. നിക്കോട്ടിൻ ഈസ് എ പവർഫുൾ ഡ്രഗ്. നിങ്ങളെ ഒരുപാട് നശിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനമാണ് നിക്കോട്ടിൻ എന്ന് പറയുമ്പോൾ. നിങ്ങൾ ചിന്തിക്കുമ്പോൾ വെറുതെ പുകമുടി വിടുന്ന പോലെ അല്ല. It causes serious harm to your body. അപ്പൊ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് MD തുടങ്ങി. ഓക്കെ, വലിക്കുന്നതിൽ മൂലം ക്യാൻസർ ഉണ്ടാവും. നിങ്ങൾക്ക് ജനറലി അറിയുന്ന എന്താണ്? മൗത്ത് ക്യാൻസർ, ലങ് ക്യാൻസർ. ഈ രണ്ട് ക്യാൻസർ മാത്രമല്ല ശരീരത്തിലുള്ളത്. കാരണം നമ്മുടെ ശരീരം എന്ന് പറഞ്ഞ ഒരു ഹൈപ്പർസോണിക് ടോട്ടൽ ഹൈപ്പർ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം പോലെയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത് മുഴുവൻ. അതെ, അപ്പോൾ സ്മോക്കിങ്ങിലൂടെ ഉണ്ടാകുന്ന മറ്റ് ക്യാൻസറുകൾ എന്ന് പറഞ്ഞെങ്കിലും പാൻക്രിയാറ്റിക് ക്യാൻസർ, ബ്ലാഡർ ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ. സ്റ്റൊമക് ക്യാൻസർ ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടിക്കുന്ന കാര്യം. കാരണം സ്റ്റൊമക് ക്യാൻസർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വയറിനകത്തല്ല ക്യാൻസർ സെൽസ് രൂപീകരിക്കുന്നത്. നിങ്ങളുടെ ഈസോഫാഗസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ വായുക്കൂടെയുള്ള ഈ സാധനം ഇങ്ങനെ വയറ്റിലോട്ട് ഇങ്ങനെ പോകുന്ന പൈപ്പ്, വിൻ പൈപ്പ് അല്ല, ഈസോഫാഗസ്. അപ്പോൾ അതിനകത്ത് കയറി ഈ ക്യാൻസർ അടിക്കും. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇഷ്ടമുള്ള ഭക്ഷണം മുമ്പിൽ കൊണ്ട് വെക്കുമ്പോൾ കഴിക്കാൻ ഒക്കത്തില്ല, ഇറക്കാൻ ഒക്കത്തില്ല, ഫ്ലൂയിഡ് മാത്രമേ ചെല്ലത്തുള്ളൂ. അതും ഇവിടൊക്കെ കൂടെ ഈ ക്യാൻസർ സെല്ലിന്റെ കൂടെ പോയി വളരെയധികം വേദന പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അപ്പറ്റൈറ്റും ഒരു ഡയറ്റും ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കി, വെള്ളം ഇറക്കുമ്പോ പോലും വേദന കടിച്ചു പിടിച്ചിറക്കണം വയറ്റിലോട്ട് അത് ചെല്ലണമെങ്കിൽ. വയറ്റിലാണ് ക്യാൻസർ അഫക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇറക്കാം. വയറ്റിൽ വന്ന് വീഴുമ്പോൾ വേദന അറിയത്തേ ഉള്ളൂ. പക്ഷേ വയറ്റിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ നമ്മൾ 18ാം പടി കയറി പോകണമെന്ന് പറഞ്ഞില്ലേ, അത്രയും കഠിനമായിട്ടുള്ള അതേപോലെയാണ്. ദർശനം കിട്ടണമെങ്കിൽ 18ാം പടി കയറണം എന്ന് പറഞ്ഞത് വയറ്റിലോട്ട് ചെല്ലണമെങ്കിൽ ഇത്രയും കഠിനമായ വേദന അനുഭവിക്കണം. വെള്ളമേ കഴിക്കാൻ പറ്റുന്നുള്ളൂ, വേറൊരു സാധനം കഴിക്കാൻ ഒക്കത്തില്ല. ഈസോഫാഗസിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതാണ് മോനെ ഗതി. പിന്നെ വേറെയും ഒരുപാട് ടൈപ്പ് ക്യാൻസറുകൾ ഉണ്ടാക്കാൻ ഉള്ള പോസിബിലിറ്റി ആണ് വലിക്കുന്നതിലൂടെ. ഞാൻ എല്ലാത്തിലോട്ടും കിടക്കുന്നില്ല. ക്യാൻസറിനുള്ള എല്ലാ തരത്തിലുള്ള ക്യാൻസർ ഉണ്ടാക്കാനും നിക്കോട്ടിനെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഇപ്പോഴേ വലി ഉണ്ടെങ്കിൽ അത് നിർത്തി കളഞ്ഞിട്ട് വേറെ വല്ല പണിക്കും പോകും മക്കളെ. ഓക്കെ ഗായ്സ്, നമ്മുടെ പോയിന്റ്സ് ഒക്കെ തീരാറായി വരികയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉണ്ട് ഒരുപാട് വിശദീകരിക്കാൻ. ബട്ട് ഇറ്റ്സ് നോട്ട് എ പർട്ടിക്കുലർ ചാനൽ. ഇത് നമ്മുടെ ചാനലാണ്. നമ്മുടെ ചാനൽ ഇതിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ, ഒരു അവയർനെസ് തരുന്ന ഒരു ചാനൽ മാത്രമായതുകൊണ്ട് ജസ്റ്റ് ബേസിക്സ്, ദാറ്റ്സ് ഓൾ വി ഡു. അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്മോക്കിംഗ് മൂലം നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ വളരെയധികം ബാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു സ്റ്റൊമക് ക്യാൻസർ എന്ന് പറഞ്ഞു. ബട്ട് ഇറ്റ് ക്രിയേറ്റ്സ് അതർ ഡിസീസസ് ലൈക്ക് അൾസർ. അൾസർ ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യം. സ്മോക്കിംഗ് വേണമെന്നൊന്നും ഇല്ല. നിങ്ങളുടെ കോളനെയും ഡൈജസ്റ്റീവ് സിസ്റ്റത്തെയൊക്കെ ബാധിക്കാൻ പറയും, അല്ലാതെ അതൊക്കെ ഉണ്ടാവും. പക്ഷേ സ്മോക്കിങ്ങിലൂടെയും അൾസർ ഉണ്ടാക്കാം. ഐ മീൻ സീരിയസ് അൾസേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ നിങ്ങളുടെ എല്ലാ കുടലിലേക്ക് നല്ലപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ അതും ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി നിക്കോട്ടിൻ, ഐ മീൻ സിഗരറ്റ് വലി മാത്രമല്ല, നിക്കോട്ടിനാണ് പ്രധാന വില്ലൻ. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ സെൻട്രൽ നെർവസ് സിസ്റ്റം, അതാണ് ദ മെയിൻ പാർട്ട് ഓഫ് എ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും പ്രധാനമായിട്ട് ഹാർട്ടിന് തുല്യമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ബ്രെയിൻ. പിന്നെ നമ്മുടെ മുഖത്തുള്ള നമ്മുടെ സ്പൈനൽ കോഡ്. ഈ രണ്ട് സാധനമാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നിക്കോട്ടിൻ, ഐ മീൻ സ്മോക്കിങ്ങിലൂടെ ഇതെല്ലാം ഡാമേജ് വരും. മനസ്സിലായോ? ഇതിനെയൊക്കെ ക്ഷതമേൽക്കും എന്ന് വേണം നമുക്ക് പറയാം. അങ്ങനെ വരുമ്പോൾ ന്യൂമറസ് ടൈപ്പ് ഓഫ് ഡിസീസസ് നമ്മുടെ ശരീരം മൊത്തം പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബ്രെയിൻ നേരാവണ്ണം പ്രവർത്തിച്ചില്ലെങ്കിൽ എല്ലാം പോയി. സ്പൈനൽ കോഡ് നേരാവണ്ണം പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ പോയി. അറിയാലോ, സ്പൈൻ തകർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടക്കാൻ എഴുന്നേക്കാൻ പറ്റത്തില്ല. ചെറിയൊരു ക്ഷതം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സ്ട്രോക്ക് പോലുള്ള കാര്യങ്ങൾ വരാം. അപ്പോൾ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ഭയാനകമായുള്ള കാര്യം അല്ലെങ്കിൽ ഏറ്റവും ദയനീയമായ കാര്യം എന്താണ്? എന്റെ മുമ്പിൽ നിൽക്കുന്ന ഡ്രങ്കൻജിയെ ഞാൻ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, എന്റെ അമ്മയെ ഞാൻ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതെ, അൾഷിമേഴ്സ്. ഏറ്റവും ദയനീയവും
ഭയാനകവുമായിട്ടുള്ള ഒരു ഹ്യൂമൻ അവസ്ഥ ഏതാണ്, ഒരു സിറ്റുവേഷൻ, അൽഷിമേഴ്സ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ആര്, അതൊന്ന് ചിന്തിക്കാം. അതാണ് ഞാൻ ഏറ്റവും വലുതായിട്ട് കാണുന്ന ഒരു പോയിന്റ്. മറവി, അൽഷിമേഴ്സ്, അതാണ് എനിക്ക് പറയാനുള്ളത്. അതിലോട്ടൊന്നും പോവാതിരിക്കട്ടെ എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. വലിക്കാതിരിക്കുക. ഇതിനേക്കാളും വലിയ പോയിന്റ് വേറെ ഒന്നുമില്ല. Smoking is injurious to your health more than anything in this world. അതുകൊണ്ട് ഒരിക്കലും വലിക്കരുത്. ഇത്രയും കാര്യങ്ങൾ പറയും. നമ്മൾ ലാസ്റ്റ് റൗണ്ട് മൈക്രോഡിലേക്ക് കളിക്കും. ഒരു പോയിന്റ് കൂടെ അവശേഷിക്കുന്നുണ്ട്. അത് ഈ റൗണ്ടിന് ശേഷം ചെറുതൊഴിച്ചാൽ ഡ്രങ്കിന് ചെറുത് ഇപ്പൊ ശരിയാക്കി തരാം. തന്റെ സ്റ്റിക്ക് ഇതിലാണത്, അതല്ലേ ആണത്. ആയിക്കോട്ടെ. യെസ്, വേണേ ഇവിടെ നമ്മൾ വെച്ച് കൊടുക്കാൻ ഡ്രാഗൺ ചെയ്യും. മതി. നമ്മൾ എത്രയാണെന്ന് പറഞ്ഞാലും ഏത് സാഹചര്യമായാലും കഴിഞ്ഞ നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷൻ വീടിക്കത്തും ആരൊക്കെയോ പറഞ്ഞു ആ ഫുള്ളടിച്ച് തിരുത്തണമെങ്കിൽ ഒരു വൈബായിരുന്നു. അത് നിങ്ങൾക്ക് വൈബായിരിക്കും, ബട്ട് ഇറ്റ്സ് നോട്ട് അപ് ടു അസ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇറ്റ്സ് നോട്ട് അപ് ടു അസ്. ഞങ്ങളുടെ രീതി അതല്ല. ഇറ്റ്സ് നോട്ട് അവർ വേ ഓഫ് ഡ്രിങ്കിങ്. അല്ലെ ഡ്രാഗൺ ജി? നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യുന്നത്, വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കുടിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയുണ്ട്. അങ്ങനെ മാത്രമേ ഞങ്ങൾ കുടിക്കുന്നുള്ളൂ. ഒരു പ്രലോഭനങ്ങൾക്കും അടിമപ്പെടുന്നവരല്ല വി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുടിക്കുന്നത് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം കുടിക്കും. അതങ്ങനെ കുടിക്കും. കാരണം ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ കാലം കുടിക്കണം എന്ന് ആഗ്രഹമുണ്ടല്ലോ ഡ്രാഗൺ. അല്ലാതെ ഇന്ന് കുടിച്ചിട്ട് നാളെ വഴിയാവാനോ അല്ലെങ്കിൽ അസുഖബാധിതനായിട്ട് കുടി നിർത്താനോ ഒന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല മക്കളെ. നമുക്ക് കിട്ടിയ ജീവിതം നമ്മൾ കുടിച്ചു കുടിച്ച് ആസ്വദിക്കും, അല്ലേ? ദാറ്റ്സ് അവർ തിയറി ഓഫ് ഡ്രിങ്കിങ്. അതിനെ താഴെ കൈയർത്താൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല. That's okay, guys. It's time for the last cheers of the night. Hello, Rajesh. Yes. Yeah, last cheers of the night is here. Yes. And cheers with you. അല്ല, ഒരു കാര്യം പറഞ്ഞല്ലേ, നമ്മൾ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞില്ല. അതെ, ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ വലിക്കുന്നു, നിങ്ങൾ അഡിക്റ്റ് ആവുന്നു, നിങ്ങൾ ചെയിൻ സ്മോക്കർ ആവുന്നു, നിങ്ങൾ നശിക്കുന്നു, നിങ്ങൾ മരിക്കുന്നു. അതാണ് അതിന്റെ പരിസമാപ്തി എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം കൊണ്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വലിക്കുന്നു, അയാൾ വലിച്ചൂതിമിടുന്ന പോഹ, അതുമൂലം മറ്റുള്ളവരാണ് ഏറ്റവും കൂടുതൽ ദുരിതത്തിലാവുന്നത്. അവരൊന്നും ചെയ്യുന്നില്ല, പക്ഷേ അവരും നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെക്കാൾ ഒരു പടി മുകളിലായിട്ട് വേണമെങ്കിൽ അവരും അഫക്റ്റ് ആവും. കാരണം നിങ്ങൾ ഊതി വിടുന്ന പുക നമ്മൾ ഓക്സിജനുമായിട്ട് മിക്സ് ആയി കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു പദാർത്ഥമായിട്ട് മാറി അത് ശ്വസിക്കുന്നവരില് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പണ്ടോട്ടേ കേൾക്കുന്നതാണ്. വലിക്കുന്നതിന്റെ കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സ്, അവരുടെ കുട്ടികൾ, ഭാര്യ, അതുപോലെ ആരായാലും അവരെയും അത് ഒരുപാട് ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ വലിക്കുകയാണെങ്കിൽ നിങ്ങൾ മാത്രമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വലിക്കാണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ രക്ഷപ്പെടട്ടെ, അല്ലേ? അല്ല, അങ്ങനെ ഇത് കേട്ടിട്ട് നിർത്തണമെങ്കിൽ നിർത്തുക, അത്രേ നമുക്ക് പറയാനുള്ളൂ. എന്തിനാ നിങ്ങളും അതെ പറഞ്ഞു നിങ്ങളും നഷ്ടത്തിലാവുന്നത്, മറ്റുള്ളവരെ അതെ ഒന്നും അറിയാത്ത പാവങ്ങളെയും കൂടെ കഷ്ടത്തിലാക്കരുത്, ദൈവത്തെ ഓർത്ത്. അതുകൊണ്ട് പരിപൂർണമായിട്ടും വലി അങ്ങ് നിർത്തൂ, അല്ലെ വലിക്കാതിരിക്കൂ, അല്ലേ? അതാണ്. നിങ്ങൾ വലിക്കാതിരിക്കൂ, നിങ്ങളെ രക്ഷിക്കൂ, നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കൂ, പൊതുസമൂഹത്തെ സംരക്ഷിക്കൂ. നിർത്തൂ വലി, കുടിയും നിർത്തൂ. കൂട്ടത്തിൽ തന്നെ ഞാൻ പറയുന്നത് മദ്യവും ഒരിക്കലും ശരീരത്തിന് ഗുണമല്ല. നമ്മൾ ശരീരത്തിന് ഗുണം ഉണ്ടാകുന്ന പോസിബിലിറ്റി ഒക്കെ പറഞ്ഞെങ്കിൽ പോലും എന്റെ പേഴ്സണലി ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല. മദ്യം എപ്പോഴും ദൂഷ്യവശങ്ങളെ ഉള്ളൂ. ആരോഗ്യം തന്നാൽ പോലും മദ്യത്തിലൂടെ സമൂഹത്തിൽ എപ്പോഴും ദോഷങ്ങളെ ഉണ്ടാവുള്ളൂ. സോ ഞാൻ വെള്ളമടിക്കുന്ന ഒരു വ്യക്തി, ഡ്രങ്കൻജി വെള്ളമടിക്കുന്ന ഒരു വ്യക്തി, ഞങ്ങൾ വെള്ളമടിയെ കാണിക്കുന്ന ഒരു വ്യക്തികളാണ് നമ്മുടെ ചാനലിൽ കൂടെയെങ്കിൽ പോലും സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന അതേ ഉള്ളൂ, വെള്ളമടി നിർത്തുക, അല്ലെ മദ്യഷാപ്പുകൾ നിർത്തുക. പക്ഷെ ഇനി അത് പോസിബിൾ അല്ല. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? കള്ളവാറ്റ്, കള്ളമദ്യം, കള്ള സ്പിരിറ്റ് ആളുകൾ പെട്ടെന്ന് വഴിയേൽപ്പിക്കും. അതെ, നല്ല സാധനങ്ങൾ കുടിച്ച് പതുക്കെ ചാവുക, അത്രയേ ഉള്ളൂ. അപ്പൊ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് സിഗരറ്റ് വഴിയുള്ളവർ നിർത്തുക. ഞങ്ങളുടെ പരിപാടി ലാസ്റ്റ് ചേർസ് വെക്കുവാണ്. ഫൈനൽ ചേഴ്സിനായി ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ചേഴ്സ്.
കൊള്ളാം, അത്യാവശ്യം നല്ല കിക്കുണ്ട് അല്ലേ? യെസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കാരണം വളരെയധികം നല്ല പോയിന്റ് ഞങ്ങൾ സ്വയമേ പറയണം, നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം നല്ല പോയിന്റ് ആണോ നല്ല വീഡിയോ ആണെന്ന് കരുതുക. ഇറ്റ്സ് ഓൾ അപ് ടു യു. സോ ഇതുപോലുള്ള നല്ല നല്ല ടോപ്പിക്സുമായിട്ട് ഞങ്ങൾ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരും. സോ ദിസ് ഈസ് യുവർ MD ആൻഡ് ദിസ് ഈസ് യുവർ ഡ്രങ്കരാജ് സൈനിങ് ഓഫ്. പുതിയൊരു ബ്രാൻഡുമായി we will be joining you very shortly. So everybody good night and cheers you all. Yeah, the curtain is off.